Okay. So how was your exam? How was the exam? It's okay. Okay. All right. So again, the next page, before or after. Okay, page number 9. Before or after. See there, an affix is a letter or a group of letters added to the beginning or end of a word to make a new word. അപ്പൊ എന്താ പറഞ്ഞേ an affix എന്ന് പറഞ്ഞാല് എന്താണ് it's a letter or a group of letters that is added to the beginning or to the end of another word in order to make a new word. മനസ്സിലായോ? ഒരു വാക്ക് അത് മറ്റൊരു വാക്കിന്റെ മുൻപിലോ അതിന് ശേഷമോ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ വാക്ക് കിട്ടും. ഓക്കെ, yeah, often has an entirely different meaning from the original word. അപ്പോൾ എന്ത് ചെയ്യുന്നേ, ആ ഒറിജിനൽ വേർഡിന്റെ മീനിങ് തന്നെ ചേഞ്ച് ആവുകയോ ചെയ്യുന്നത്. മനസ്സിലായോ? അഫിക്സ് എന്ന് പറഞ്ഞാല് അതൊരു വേർഡാണ്. ആ വേർഡ് മറ്റൊരു വേർഡിന്റെ മുൻപിലോ അതിന് ശേഷമോ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വേർഡ് കിട്ടും. അപ്പൊ പുതിയ വേർഡിന്റെ മീനിങ് നമ്മൾ ആദ്യം ചേർത്ത വേർഡിന്റെ മീനിങ് ആയിരിക്കത്തില്ല, ഒരു ന്യൂ മീനിങ് ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് അഫിക്സ്. There are two types of affixes, prefix and suffix. So, appo affix rendu tharam affixes undu, prefix um suffix um. Okay, prefix and suffix. Appo affix ne kurichana nammal parayunnu. Affix ennu parnal endana, a letter or a group of letters added in the beginning or the end of a word. ഒരു വേർഡിന്റെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എൻഡിലോ നമ്മൾ ചേർക്കുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ അഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാലോ ദ മീനിങ് ചേഞ്ചസ്. അപ്പൊ നിലവിലുള്ള ഏത് വാക്കിന്റെ മുൻപിൽ ആണോ നമ്മൾ അനദർ വാക്ക് ചേർത്തിട്ടുള്ളത്, അപ്പോ എന്താണ്, ആ ഉണ്ടായിരുന്ന വാക്കിന്റെ അർത്ഥം മാറി. ഓക്കെ, ഇപ്പൊ പുതിയ വാക്കായി, പുതിയ മീനിങ്ങും ആയി. So, അങ്ങനെ there are two types of affixes. രണ്ട് തരം affix ആണുള്ളത്, prefix and suffix. Prefix എന്നും suffix എന്നും പറയുന്ന രണ്ട് വാക്കുകളാണ്, രണ്ട് affix ആണ് നമുക്കുള്ളത്. ഇനി a prefix is an affix added to the beginning of a word. അപ്പൊ ഒരു വേർഡിന്റെ തുടക്കത്തിൽ ചേർക്കുന്ന വേർഡിന് നമ്മൾ prefix എന്നും വിളിക്കുന്നു. Okay, for example, when the prefix anti is added to climax, we get a new word, anticlimax. നോക്കട്ടെ, ക്ലൈമാക്സ് എന്നുള്ളൊരു വാക്കാണ് അല്ലെ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ആന്റി ചേർക്കുന്നു, അപ്പൊ എന്തായി, ആന്റി ക്ലൈമാക്സ് ആയി അല്ലെ. ആന്റി ക്ലൈമാക്സ് എന്ന പുതിയ വാക്ക് നമുക്ക് കിട്ടുന്നു. അപ്പോ ഈ ആദ്യം ചേർത്ത ആന്റി എന്ന് പറയുന്ന ആ വാക്ക് ആണ് ഇവിടെ അഫിക്സ് അല്ലെ. ഏത് അഫിക്സ് ആണത്? പ്രിഫിക്സ് ആണ് അല്ലെ. വാക്കിന് മുൻപ് ചേർക്കുന്ന ഇത് പ്രിഫിക്സ് ആണ്. കൺഫ്യൂഷൻ ആവണ്ട. അഫിക്സ് എന്ന് പറഞ്ഞാല് നമ്മളൊരു വാക്കിന് മുൻപിലോ അതിന് ശേഷമോ ചേർക്കുന്ന ഒരു വാക്കായിരിക്കും. അപ്പൊ അത് ചേർത്ത് കഴിഞ്ഞാൽ ആ വേർഡിന്റെ മീനിങ് മാറി. ഇപ്പൊ ഇവിടെ നോക്കുക, എന്താണ്, നമ്മളിപ്പോ ക്ലൈമാക്സിനെ കുറിച്ച് പറഞ്ഞു. ക്ലൈമാക്സ് ഒരു വേർഡാണ് അല്ലെ. അപ്പൊ ആ ക്ലൈമാക്സിന് മുൻപിൽ നമ്മൾ ആന്റി ചേർത്തേക്കുന്നത്, ക്ലൈമാക്സിന് ശേഷമല്ല, മുമ്പിലാണ് ചേർത്തേക്കുന്നത്. അപ്പൊ അത് പ്രിഫിക്സ് ആണ്. ഓക്കെ, പ്രിഫിക്സ് ആയിട്ട് വരും. അഫിക്സ് രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പ്രിഫിക്സും സഫിക്സും. പ്രിഫിക്സ് വാക്കിന് മുമ്പിൽ ചേർക്കുന്നതും, സഫിക്സ് അപ്പൊ എന്തായിരിക്കും, വാക്കിന് ശേഷം ചേർക്കുന്നതായിരിക്കും. അന്മേരി വരുന്നുണ്ട്. Okay, so then a suffix is an affix added to the end of a word. അപ്പൊ സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വാക്കിന്റെ അവസാനം ചേർക്കുന്ന അഫിക്സ് ആണ്. അതിനെ നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, when oak is added to hill, we get a new word, hillock. Okay, അപ്പൊ ഇത്രയാണ് അഫിക്സ് എന്ന് പറഞ്ഞാലും പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. ആൻഡ് മേരി ലേറ്റ് ആയി പോയി അല്ലേ.
ഓക്കെ എന്താ പറ്റിയ കിട്ടുന്നില്ലായിരുന്നോ? ഇല്ല. ആഷിക് സിസ്റ്റം. Okay. Ashik, can you hear now? Teacher. Okay. So, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഫോർ ഓർ ആഫ്റ്റർ പേജ് നമ്പർ 9 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ പഠിച്ചത് എന്താണ്? അഫിക്സ്. എന്താണ് അഫിക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്നവർക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ആദ്യം മുതൽ പറയാം. An affix is a letter or a group of letters added to the beginning or end of a word to make a new word. അപ്പോ അഫിക്സ് എന്ന് പറഞ്ഞാല് അതൊരു വേർഡോ വേർഡ്സോ, ഓക്കെ സോറി, അതൊരു ലെറ്ററോ അല്ലെങ്കിൽ വേർഡ്സോ ആയിരിക്കും. ചിലപ്പോൾ ഒരു ലെറ്റർ ആയിരിക്കും, ചിലപ്പോൾ രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതൊരു വേർഡ് ആയിരിക്കാം. അപ്പൊ അത് മറ്റൊരു വേർഡിന്റെ മുൻപിലോ അതിന് ശേഷമോ ചേർക്കുന്നു. ഓക്കെ, അങ്ങനെ ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് മറ്റൊരു പുതിയ വേർഡ് കിട്ടുന്നു. ഓക്കെ, ആ പുതിയ വേർഡിന്റെ മീനിങ്ങും വ്യത്യാസമായിരിക്കും. ഓക്കെ, എന്താണ് അഫിക്സ് എന്ന് പറഞ്ഞാല്? ഇറ്റ്സ് എ ലെറ്റർ ഓർ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് added to the beginning or end of a word. It may be a letter or a group of letters added to the ബിഗിനിങ്ങിലായിരിക്കാം അല്ലെങ്കിൽ എൻഡ് ആയിരിക്കാം. ബിഗിനിങ്ങിലോ എൻഡിലോ ചേർക്കും. മറ്റൊരു വേർഡിന്റെ ബിഗിനിങ്ങിലോ എൻഡിലോ ചേർത്ത് കഴിയുമ്പോൾ നമുക്കൊരു പുതിയ മീനിങ് വേർഡ് കിട്ടും, അതോടൊപ്പം ഒരു പുതിയ മീനിങ്ങും ഉണ്ടാവും. സോ അതിനാണ് നമ്മൾ അഫിക്സ്. അങ്ങനെ ചേർക്കുന്ന ആ ഗ്രൂപ്പ് ലെറ്ററിനോ ഓർ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനോ നമ്മൾ അഫിക്സ് എന്ന് വിളിക്കും. അപ്പോൾ there are two kinds of affixes, prefix and suffix. രണ്ട് തരം അഫിക്സ് ഉണ്ട്, പ്രിഫിക്സും സഫിക്സും. ഓക്കെ, അപ്പൊ എന്താണ് പ്രിഫിക്സ്? പ്രിഫിക്സ് എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് ഓഫ് വേർഡ് ഓർ വേർഡ്സ് വിച്ച് ഈസ് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്. മറ്റൊരു വേർഡിന്റെ തുടക്കത്തിലാണ് ചേർക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കും. ഇനി മറ്റൊരു വേർഡിന്റെ ശേഷമാണ്, ഇനി അവസാനമാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സഫിക്സ് എന്ന് വിളിക്കും. അപ്പൊ അതാണ് അഫിക്സും സഫിക്സും, സോറി പ്രിഫിക്സും സഫിക്സും. ഫോർ എക്സാമ്പിൾ, prefix anti, anti, A-N-T-I, anti is added to climax. Climax എന്ന് വാക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? ക്ലൈമാക്സ്. അപ്പൊ അതിനു മുൻപ് നമ്മൾ ആന്റി എന്ന് ചേർക്കുന്നു. അപ്പൊ ആ വാക്ക് എന്തായി? ആന്റി ക്ലൈമാക്സ് ആയി, അല്ലെ? അപ്പൊ the word ആന്റി ആണ് നമ്മള് ക്ലൈമാക്സിന് മുമ്പ് ചേർത്തിരിക്കുന്നത്. അപ്പൊ അത് ഏത് തരം അഫിക്സ് ആണ്? പ്രിഫിക്സ് അല്ലെ? കാരണം വാക്കിന് മുൻപ് ചേർക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? A prefix is an affix added to the beginning of a word. For example, when the prefix anti is added to climax, we get a new word, anticlimax. Okay? Creators, switch on your video. Okay. What happened to you? You came late. Sorry, miss. ഞാൻ 3:15 Okay. So, അപ്പൊ നമ്മള് page number 9. We had started page number 9. Okay. Take your textbook. Textbook is there with you, no? No textbook. ടെക്സ്റ്റ് ഉണ്ട്. എടുക്ക്. Okay.
ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, നിങ്ങൾ എല്ലാം ഓൺ ടൈമിൽ കയറാത്തത് കൊണ്ട് എല്ലാവരും വരുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുക. സെയിം തിങ്. ഓക്കെ. Where is Shreya and Faith? Both are not seen. Sean also. Okay. All right. We were talking about affix. Okay. An affix is a letter or a group of letters added to the beginning or end of a word to make a new word. So we were talking about affix. Affix means a letter or a group of letters. It can be one letter or more than one. Okay. So that is added to the beginning or end of another word. മറ്റൊരു വേർഡിന്റെ തുടക്കത്തിലോ അതല്ലെങ്കിൽ അതിന് ശേഷമോ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന വാക്കാണ് അഫിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. മറ്റൊരു വേർഡിന്റെ മുൻപിലോ അതല്ലെങ്കിൽ ആ വേർഡിന് ശേഷമോ നമ്മൾ ചേർക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ, ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ അഫിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ അപ്പൊ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്? നമ്മൾക്ക് ഒരു ന്യൂ വേർഡ് കിട്ടുന്നു അല്ലെ? നമുക്കൊരു പുതിയ വേർഡ് കിട്ടുന്നു. അതോടൊപ്പം ഒരു ന്യൂ മീനിങ് ആയിരിക്കും. ഒറിജിനൽ അതിന്റെ ആദ്യം ഉണ്ടായിരുന്ന ആ വാക്കിന്റെ സെയിം മീനിങ് ആവത്തില്ല. The meaning also will be different. So there are two kinds of affixes, prefix and suffix. So prefix is an affix added to the beginning of a word. Prefix എന്താണ്? ഒരു വേർഡിന്റെ ബിഗിനിങ്ങിൽ ചേർക്കുന്നതാണ് പ്രിഫിക്സ്. ഓക്കെ. Then, for example, when the prefix anti is added to climax, we get a new word, anticlimax. Okay. So for the word climax, climax എന്ന വാക്ക് കേട്ടിട്ടില്ലേ? Have you heard? Yes. അപ്പോ അതിന്റെ കൂടെ നമ്മൾ ആന്റി എന്നൊരു വാക്ക് ചേർക്കുന്നു. That the anti we use in the beginning, അല്ലേ? ആ ക്ലൈമാക്സിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്, ബിഗിനിങ്ങിലാണ് നമ്മൾ ആന്റി എന്ന വാക്ക് ചേർക്കുന്നത്. So then we get a new word, anticlimax. Okay. അപ്പോ ഇതൊരു പ്രിഫിക്സ് ആണ്. കാരണം നമ്മൾ ആന്റി ചേർത്തിരിക്കുന്നത് എവിടെയാ? ക്ലൈമാക്സിന്റെ മുൻപിലാണ് അല്ലെ? ക്ലൈമാക്സ് എന്ന വേർഡിന്റെ മുൻപിലാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ചേർക്കുന്നതിനെ നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുന്നു. കിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ പ്രിഫിക്സ് സഫിക്സ് എന്താന്ന്? Both are called as affix. Okay. ഒരു വാക്കിന്റെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എൻഡിലോ നമ്മൾ മറ്റൊരു എന്താണ് ലെറ്ററോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സോ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ വാക്ക് കിട്ടുന്നു. ആ പുതിയ വാക്കിന് പുതിയ മീനിങ് ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ ചേർക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് ലെറ്ററിനെയോ ആണ് നമ്മൾ അഫിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ there are two kinds of affixes. ഒരു വാക്കിന്റെ മുൻപിൽ നമ്മൾ പറഞ്ഞു ബിഗിനിങ്ങിലോ എൻഡിലോ ചേർക്കൂന്ന് പറഞ്ഞു അല്ലേ? അപ്പോ രണ്ടു തരം അഫിക്സസ് ഉണ്ട്. ബിഗിനിങ്ങിൽ ചേർക്കുന്ന അഫിക്സിനെ നമ്മൾ പ്രിഫിക്സ് എന്നും എൻഡിൽ ചേർക്കുന്ന അഫിക്സിനെ നമ്മൾ സഫിക്സ് എന്നും വിളിക്കുന്നു. Did you get it? നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? Diya's video, where is it? And Ashik also. Diya and Ashik is gone already. Diya and Shreya, please switch on your video. മിസ്സേ എന്നെ കാണാവോ മിസ്സേ? ഇല്ല മോളെ. അതെന്റെ നെറ്റിന്റെ ആയിരിക്കും. എനിവേ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ.
Okay then. So ഇനി പ്രിഫിക്സിന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ? Anti is given in the beginning of the word climax and we get a new word anticlimax. So the word anti, here it is prefix. Okay. Then a suffix is an affix added to the end of a word. വേർഡിന്റെ അവസാനം ചേർക്കുന്ന വാക്കാണ് നമ്മൾ അതിനെ സഫിക്സ് എന്ന് വിളിക്കുന്നു. Okay. For example, when ock is added to hill, we get a new word hillock. കണ്ടോ, ഹില്ലിന്റെ കൂടെ നമ്മള് ock അല്ലെ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഹിലോക്ക് എന്ന വാക്ക് കിട്ടി. അപ്പോ ഈ ock ഇത് നമ്മള് എന്താണ്, സഫിക്സ് ആണിത്. കാരണം ഹിൽ എന്ന വാക്കിന്റെ ശേഷമാണ് നമ്മള് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു അഫിക്സ് ആണ്. അതേപോലെ നമ്മള് ക്ലൈമാക്സിൽ നമ്മൾ ആന്റി ക്ലൈമാക്സ് അല്ലെ, ക്ലൈമാക്സ് എന്നുള്ള വാക്കിന് മുൻപാണ് ആന്റി യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു പ്രിഫിക്സ് ആണ്, പ്രിഫിക്സ് അഫിക്സ് ആണ്. മനസ്സിലായോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ? അഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിരിക്കണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രിഫിക്സ് സഫിക്സ് മനസ്സിലാവുള്ളൂ. അഫിക്സ് എന്ന് പറഞ്ഞാല് എന്താണ്, ഈ പ്രിഫിക്സിനെയും സഫിക്സിനെയും ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് അഫിക്സ്. ഓക്കെ. Affix എന്ന് പറഞ്ഞാല് it can be a letter or a group of letters added to another word in order to get a new word and it has also a new meaning. അതാണ് affix എന്ന് പറയുന്നത്. അപ്പോൾ there are two kinds of affixes, prefix and suffix. Okay. അപ്പോൾ prefix എന്ന് പറഞ്ഞാല് ആ വേർഡിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ മറ്റൊരു വേർഡ് ചേർക്കുമ്പോൾ അതിനെ നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കുന്നു. ഇനി സഫിക്സ് ആണെങ്കിൽ ആ വേർഡിന്റെ എൻഡിലാണ് നമ്മൾ ന്യൂ വേർഡ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സഫിക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ യു ഗോട്ട് ഇറ്റ് നൗ. In the table below, form new words by adding prefixes or suffixes to the given words. The meanings of the new words are given in the last column. സോ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്? കുറച്ച് വർക്ക് കൂടെ തന്നിരിക്കുക. ഇത് എവിടെ പോയി ഇവരല്ലേ? ഇവിടെ ഒന്നും ക്യാമറ ഇല്ല, വീഡിയോ ഇല്ലല്ലോ. എന്നെ കാണുന്നില്ല മിസ്. ആരെ? ഫോണിനെ കാണും. ഫെയ്ത്ത് എവിടെയാ? ഫെയ്ത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നേ. ഓക്കെ. So, in the table given below, form new words by adding prefixes or suffix to the given words. ഇപ്പൊ താഴെ കണ്ടോ, അഫിക്സ് പ്രിഫിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വേർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ന്യൂ വേർഡ്, അവിടെ empty ആണ് അല്ലെ, അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് മീനിങ് ഓഫ് ദ ന്യൂ വേർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മീനിങ് ഓഫ് ദ ന്യൂ വേർഡ് കണ്ടിട്ട് നമ്മൾ ആ വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. In the table below, form new words by adding prefixes, suffixes to the given words. The meaning of the new words are given in the last column. നോക്കിയേ, അത് പ്രിഫിക്സ് ആണോ സഫിക്സ് ആണോ എന്ന് നമ്മൾ എഴുതണം. എന്തേ? കണ്ടുപിടിച്ചോ? പഴയ ടെക്സ്റ്റ് ഉള്ളവർക്കൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആൻമേരി അവിടെ ഭയങ്കര ഹാപ്പിയാണ്. So then, first one, statement word is given there, statement. അപ്പൊ അതിന്റെ മീനിങ് എന്താ നോക്കിയേ? A feeling that something unpleasant is going to happen. വേർഡ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ അർത്ഥം ഇനിയിപ്പോ ഒരു പുതിയ വേർഡ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് അഫിക്സ് പ്രിഫിക്സ് ചേർത്തിട്ട് ഒരു പുതിയ വേർഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ അവിടെ പുതിയ വേർഡ് ഇതിനെ ഫസ്റ്റ് വൺ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ആദ്യം അഫിക്സ് ഓർ പ്രിഫിക്സ്, ആ കോളത്തിൽ നമ്മളത് അഫിക്സ് ആണോ പ്രിഫിക്സ് ആണോ എന്ന് എഴുതണം. പിന്നെയോ വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ വാക്കിനോട് കൂടത്തിൽ നമ്മൾ അഫിക്സോ പ്രിഫിക്സോ ആഡ് ചെയ്യണം. അപ്പൊ നമുക്കൊരു പുതിയ വേർഡ് കിട്ടും. ആ പുതിയ വേർഡ് എന്താണെന്നുള്ളത് ന്യൂ വേർഡ് എന്നുള്ളത് എഴുതണം. ഓൾറെഡി ദ മീനിങ് ഈസ് ഗിവൺ ദെയർ.
പുതിയ വേർഡിന്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മീനിങ് നോക്കിയിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കുക. സ്റ്റേറ്റ്മെന്റ്. A feeling that something unpleasant is going to happen. ഓക്കെ, നോക്ക്, അവിടെ ന്യൂ വാക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. എന്താണ്? പ്രിസെന്റ്മെന്റ്. പ്രിസെന്റ്മെന്റ് അല്ലേ? പ്രിസെന്റ്മെന്റ് അതൊരു പ്രിഫിക്സ് ആണ്. പ്രിസെന്റ്മെന്റ് ഒരു പ്രിഫിക്സ് ആണ്. ഓൾറെഡി ഗിവൺ there. രണ്ടാമത് നിങ്ങൾ നോക്കിയേ, an instrument to examine minute things. എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? An instrument to examine minute things. Microscope. Yeah, it's given. Scope is given there. So we have to find the new word, microscope. Alle? So then, is it a affix or prefix? Prefix. Yes, micro. The word micro has to be added. Alle? Edhikko microscope. MICROSCOP. Microscope. അപ്പോൾ അതെന്താണ് എഴുതിക്കുക? പ്രിഫിക്സ് ആണല്ലേ. പ്രിഫിക്സ്. പ്രിഫിക്സ് എഴുതാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രിഫിക്സ്. Second one. The word given there, ultimate. അല്ലേ? നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് ultimate ആണ്. Then the meaning just before the last one. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അൾട്ടിമേറ്റ് മീനിങ് വരുന്നത് ജസ്റ്റ് ബിഫോർ ദ ലാസ്റ്റ് വൺ. അപ്പൊ ഈ അൾട്ടിമേറ്റിന് മുമ്പാണോ പിൻപോ നമ്മള് വാക്കുകൾ ചേർക്കുകയാണെങ്കിൽ നമുക്കൊരു ന്യൂ വാക്ക് കിട്ടും. ആൻഡ് മേരി, ആൻസർ ഡു യു നോ? പ്രിഫിക്സ് ആണെന്ന് അറിയാം. പുതിയ വേർഡ്. Third one. Which one? Third one. First full? Third one. First one നമുക്ക് അവിടെ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, ഫസ്റ്റ് ഫുൾ ultimate. Ultimate word is given there. Penultimate. Yes, the answer is penultimate. 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 മിസ് എന്റെ ടെക്സ്റ്റിൽ അത് തന്നെ എഴുതിയിരിക്കുന്നത്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. Penultimate. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടായിരുന്നേ. Yes, the answer is penultimate. Penultimate. Prefix. അല്ലേ? Yes. So fourth one നോക്കിയേ, fist is given there. As much as can be held in a fist. And the meaning കൊടുത്തേക്കുന്നത്. Fistful? Yes, that's the answer. Fistful. എഴുതിക്കോ. FISTFULL. Fistful. New word. Fistful. Prefix. Fistful. Okay. Did you write? Yes. So now the fifth one, you look at it. Distant is given there. Word distant. In meaning എന്താന്ന് നോക്കിയേ, at the same distance from two points or places. Okay, നോക്കിയേ. Equidistant.
Yes. At the same distance from 2 points or places. New word is Equidistant. 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 Prefix. Okay. നോക്കിക്കേ, sixth one നോക്കിക്കേ. Block is given there. അല്ലേ? Meaning എന്താ? A barrier to stop people and vehicles from entering and leaving a place. Blockade. Blockable. Blockade. Blockable. So ini 6th, 7th and 8th ഈ മൂന്നെണ്ണം I am giving you as a homework. Only 3 I am giving. 6th, 7th and 8th you have to find out. Okay, 9 and 10 I will give you the next one. Okay, miss. 6th, 7th and 8th you have to do as a homework. You ഹോംവർക്ക് അല്ല മീൻസ് അതിന്റെ അകത്തുള്ള ആൻസർ എല്ലാം പുറകിലുണ്ട്. അതിനകത്ത് നോക്കി കണ്ടുപിടിക്കും അല്ലേ എന്തായാലും. അതെ മിസ്, എനിക്കത് നല്ല മിസ് തരുന്നില്ലേ? അങ്ങനെ മിസ് തരുന്നില്ല, നല്ല കണ്ടുപിടിച്ചു തന്നാല്. ഓക്കെ. നീ ഭയങ്കര ഞാനല്ലോടാ. നീ എന്തിനത് പറഞ്ഞത്? അല്ലെ ബാക്കിയുള്ളവർ ഒന്ന് കണ്ടുപിടിക്കുക, തന്നെ കണ്ടുപിടിച്ചോണ്ട് തന്നെയല്ലോ. ഇല്ല മിസ്, എല്ലാവർക്കും അല്ല മിസ്, ഞാൻ അതിനകത്ത് തന്നെ നോക്കി എഴുതിയേ. അതെ മിസ്, കഴിഞ്ഞ വർഷം എല്ലാവരും മിസ് അങ്ങനെ സമത്തിന്റെ കാര്യം മറന്നുപോയി. നേരത്തെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ അത്ര നോക്കി ചെയ്ത മിസ്സേ. സിക്സ്ത്തിൽ എല്ലാവരും ഇത് തന്നെ ചെയ്തത്. ഒന്ന് എഴുതിക്കോ. പ്രിഫിക്സ് 6th one ഏതാണ്? ബ്ലോക്കേഡ് അല്ലേ? അതൊരു സഫിക്സ് ആണ്. ബ്ലോക്കേഡ്. ബാക്കി പിന്നെ ചെയ്യാം, 4. അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയാവോ? You have to write it down in the notebook. അഫിക്സ് എന്താണെന്ന് എഴുതണം, പ്രിഫിക്സ് എന്താണെന്ന് എഴുതണം, സഫിക്സ് എന്താണെന്ന് എഴുതണം. എന്നിട്ട് ഈ കോളം, ഈ ബോക്സിലെ ന്യൂ വേർഡ് മീനിങ് അത് നിങ്ങൾ 6 നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരണം. ഓക്കെ, കേട്ടോ നിങ്ങള്? അടുത്ത ക്ലാസ് മുതൽ ക്ലാസ്സിൽ കയറണേ. ആൻമരിയ, ഫെയ്ത്ത്, എന്തോ ഷോൺ, ഇതാണ് എഴുതണ്ടേ നോട്ട്ബുക്കിലേക്ക്? നമ്മളിപ്പോ പറഞ്ഞത് ന്യൂ വേർഡും അതിന്റെ മീനിങ്ങും. ഷോൺ, ദിയ, ശ്രേയ. ആഷിക്കടയ്ക്ക് വന്നുപോയി അല്ലേ? So we'll wind up. Shall we wind up the class today? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറഞ്ഞ നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് വരണേ. എന്താ ദിയ മനസ്സിലോബാ? ഓക്കെ.